എത്ര വലിയ പ്രയാസം വന്നാലും പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം കിട്ടും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ എത്ര പരിഹസിച്ചാലും നാടൻ കെടുത്തിയാലും, നീ അല്ലാഹുവേ തവക്കൽതു അലല്ലാഹ് പറഞ്ഞോ. പടച്ച റബ്ബ് നിന്റെ മനസ്സിന് ധൈര്യം തരും. പെങ്ങള്, നിനക്ക് പഠിക്കാറുള്ള ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുസ്സമദ് തങ്ങൾ, ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം നടന്ന് ഹജ്ജിന് പോയ ഒരാളാണ്. ഇദ്ദേഹത്തിന് കടബാധ്യത, വീടിനെടുത്ത ലോന് ബാക്കിയുള്ളത് കൊണ്ട് വീട് ജപ്തി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോകളിൽ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സമീപിച്ചു എന്ന് പോലും പറയുന്നു. അതുപോലെ പ്രധാനമായി നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങൾ, അദ്ദേഹം സമീപിച്ചു. അദ്ദേഹം ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് സമ്പാദിച്ചിട്ടുമുണ്ട്. ചാരിറ്റി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ അഡ്മിന്മാർ. അദ്ദേഹത്തിൻ്റെ ചാനൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ നിയമിച്ച് അദ്ദേഹം വീട് കെട്ടിക്കൊടുക്കുന്നു, ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നു. ഇത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് സമ്പാദിച്ചിട്ട് അദ്ദേഹം ഒരു തങ്ങൾ വിളിച്ച് കടം ബാധ്യതയുണ്ട്, എൻ്റെ കടം തീർക്കാൻ സഹായിക്കണമെന്ന് ചോദിച്ചിട്ട് പോലും അദ്ദേഹം കൂട്ടാക്കില്ല എന്നാണ്, അദ്ദേഹം സഹായിച്ചില്ല എന്ന് പോലും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ തങ്ങളുടെ ഒരു വീഡിയോ കാണുക. ഒരു മുസൽമാനെ ഞങ്ങൾ സഹായിക്കോ, ഞങ്ങളുടെ കടം വീടാൻ ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും കുടുംബത്തിനും സുഖം തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ എല്ലാ സഹോദരങ്ങൾക്കും അറിയാം, റമദാൻ 10 നമ്മൾ ആരംഭിച്ച ഒരു മുസല്ലയിലൂടെ ഒരു വഴി തേടി എന്നുള്ള ഈ സംരംഭം, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് റമദാനിൽ ഒരുപാട് ആളുകൾ എന്നെ ചേർത്ത് പിടിച്ച എന്റെ സഹോദരങ്ങളുണ്ട്. ഒരുപാട് മുസല്ല സദക്ക നൽകിയ സഹോദരങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സദക്ക നൽകിയ ആളുകളും ആ സദക്ക ഞാൻ ആരൊക്കെ ഏൽപ്പിച്ചു എന്ന ആളുകളും കൃത്യമായി ഞാൻ ഈ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആകെ മൊത്തം നമ്മൾ 298 300 മുസല്ല ഓർഡർ ചെയ്തതിൽ 298 മുസല്ലയാണ് നമ്മുടെ കൈകളിൽ വന്നെത്തിയിട്ടുള്ളത്. 50 ഒരിക്കൽ ഓർഡർ ചെയ്തു, പിന്നെ 100 ഓർഡർ ചെയ്തു, പിന്നെ വീണ്ടും ഒരു 50 ഓർഡർ ചെയ്തു, പിന്നെ ഒരു 100 മമ്പറം പോയി നമ്മൾ വാങ്ങി. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, പടച്ചോന്റെ വേണ്ടുകൊണ്ട് നമുക്ക് ആ മുസല്ലയിലൂടെ റമദാനിൽ 240 മുസല്ല, 43ഓളം മുസല്ല നമ്മൾ ഇതുവരെ കച്ചവടം ചെയ്തു. സഹോദരങ്ങളെ, ആരിൽ നിന്നും ഒന്നും മറച്ചു വെക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ദുനിയാവ് സാക്ഷി, അള്ളാഹ് സാക്ഷി, അള്ളാന്റെ റസൂല് സാക്ഷി, ഞാൻ നിങ്ങളെ ആരെയും വഞ്ചിക്കണം എന്ന് കരുതിയിട്ടില്ല. സഹോദരങ്ങളെ, എന്റെ മുന്നിലിരിക്കുന്ന ഞങ്ങളെ നദിയായ ഈ മകനാണ്. ഈ മകൻ സത്യം, പടച്ച റബ്ബ് സാക്ഷി, നിങ്ങൾ ആരെയും വഞ്ചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നു മരിക്കുന്നതിന് മുമ്പ് എന്റെ വീടിന്റെ കടബാധ്യത തീർത്ത് എപ്പോഴാണ് മരണം എന്ന് പറയാൻ കഴിയില്ല. സഹോദരങ്ങൾ, ബഹുമാനമുള്ളവരെ,
നമ്മൾ ഒരാളെ സഹായിച്ചാൽ അതേ വ്യക്തി തന്നെ നമ്മളെ സഹായിക്കുകയില്ല, സഹായിക്കാൻ കഴിയുകയില്ല. പിന്നെ കുറച്ച് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ സഹായം നേടിയവർ തന്നെ നമ്മളെ ദ്രോഹിക്കാറുണ്ട്. അത് എൻ്റെയും കൂടി അനുഭവമാണ്. അങ്ങോട്ട് സഹായിക്കും, ഇങ്ങോട്ട് ദ്രോഹിക്കും. അറിഞ്ഞോ പരസ്യമായോ രഹസ്യമായോ ദ്രോഹിക്കാൻ മാത്രം അവർ നോക്കും. പല സമയത്ത് നമുക്ക് നമ്മുടെ മക്കൾ പോലും ദ്രോഹിക്കാറുണ്ട്, ഫലത്തിന് കിട്ടാറുമില്ല. ഇതെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അതിനെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് നമ്മൾ ഏറ്റെടുത്ത് അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനും അള്ളാഹുവിനെ സ്തുതിക്കാനും, എന്ത് കഷ്ടം വന്നാലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് എന്നെ പോലെ വിഷമങ്ങളുണ്ടാകും. നിങ്ങൾ മറ്റുള്ളവർ സഹായിച്ചവരായിരിക്കാം. ഈ സഹായിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വേദന അനുഭവിച്ചവരും ഉണ്ടാകാം. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അള്ളാഹു തരുന്ന ടെസ്റ്റ് ഉണ്ടല്ലോ, ആ ടെസ്റ്റിൽ പാസ്സാകാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഈ ദുനിയാവല്ല ശാശ്വതം, പരലോകത്ത് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുക വേണം. മറ്റുള്ളവർ സഹായിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ കഴിവ് അനുസരിച്ചാണ് സഹായിക്കേണ്ടത്. നമ്മൾ ഉള്ളതെല്ലാം കൊടുക്കണമെന്നല്ല, നമുക്ക് എത്ര കഴിയുന്നോ അത്ര സഹായിക്കാം. അതുകൊണ്ട് നമ്മൾ ആപത്തിലിടപെടുമ്പോൾ, അതുപോലെ ആക്സിഡൻറ്റ് പോലത്തെ കാര്യങ്ങൾ, രോഗങ്ങൾ, ഇതൊന്നും നമ്മളെ തട്ടുകയില്ല. അള്ളാഹു സമയാസമയത്ത് നമ്മൾ സഹായിച്ചു കൊണ്ടേയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഉറപ്പായും സഹായിക്കും. ആവർത്തിച്ച് പറയുന്നു, അതിന് ഞാൻ തന്നെയാണ് സാക്ഷി. വല്ലാത്ത ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ ജനങ്ങളാരും അതിനെ കൂട്ടാക്കില്ല, ആക്സിഡൻറ്റ് ചെയ്തവരും കൂട്ടാക്കില്ല, അവരും അതിനെ തള്ളിക്കളഞ്ഞു. എന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ചു. ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനസ്സ് മറ്റുള്ളവരുടെ വേദന പറയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്തവർ വേദനിക്കുന്നു. അദ്ദേഹത്തെ നമ്മൾ സഹായിച്ചാലോ എന്ന് ഉള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നു. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉള്ളതനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാം. അതുപോലെ ഇവിടെ സഹായം അഭ്യർത്ഥിച്ച അബ്ദുസ്സമദ് തങ്ങളുടെ മകനും അബ്ദുസ്സമദ് തങ്ങളും, അതുപോലെ മുമ്പൊരിക്കൽ ഇദ്ദേഹത്തെ ഭാര്യയുടെ വോയിസും ഞാൻ കേട്ടതാണ്. അവിടുത്തെ ഭാര്യയും നമ്മളെ സഹായിക്കണം, നമ്മുടെ വീട് ജപ്തി ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ കേട്ടിരുന്നു. ഇതെല്ലാം എനിക്ക് വളരെ വേദനയായി. അതുകൊണ്ട് ഈ വേദനയെ നിങ്ങളുടെ വേദന എന്ന്, നമ്മുടെ ഒരു ആപത്ത് എന്ന് പറഞ്ഞ് നമുക്ക് വന്നതാണെന്ന് കരുതി കഴിവിൻ്റെ പരമാവധി സഹായിക്കുക. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8893578893. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഏതാണെന്ന് ചോദിച്ച് അദ്ദേഹത്തിന് എത്രയാണ് കടമുള്ളത്, സഹായിക്കാൻ ഒറ്റാൾക്ക് കഴിയുമെങ്കിൽ ഒറ്റാൾ സഹായിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത്, എത്രയാണ് ഉള്ളത്, അതിന് ഗൂഗിൾ പേയോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോ ഇട്ടുകൊടുത്ത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ വീടിനെ രക്ഷപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ വീട് വിറ്റ് കഴിഞ്ഞാലും രണ്ടാമത് വീട് കെട്ടാൻ വളരെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അത് കഴിയുന്ന കാര്യമല്ല.
പിഞ്ച് പൈതങ്ങളുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സഹായിക്കാം. എല്ലാവരും ഇതിനെ കണക്കിലെടുത്തും കൊണ്ട് അദ്ദേഹത്തെ സമീപിച്ച് അതല്ലെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത് സഹായിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, അതുപോലെ നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ് എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് നൽകട്ടെ. നല്ല ദീർഘ ആയുസ്, ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.